മുനമ്പം മർച്ചന്റ്സ് അസോസിയേഷൻ 46ാമത് വാർഷികം പ്രമാണിച്ച് നടന്ന ചടങ്ങിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി CJ ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് K ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. യോഗം ഉദ്ഘാടനവും എൻറോൾമെന്റ് വിതരണവും പെൻഷൻ കാർഡ് വിതരണവും ജില്ലാ ജനറൽ സെക്രട്ടറി AJ റിയാസ് നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജിമ്മി ചക്കത്ത് SSC+2 വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം ചെയ്തു. യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് VG ബാലചന്ദ്രൻ കൃതജ്ഞത പറഞ്ഞു. മിഷന്റെ ഡയറക്ടറുമായ ശ്രീമതി അംബിക രാധാകൃഷ്ണന്റെ പേരിൽ എഴുതപ്പെട്ട ഒരു ഉത്തരവ്, ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ആ സർക്കുലറിൽ അവർ പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന അഫിഡവിറ്റിൽ രേഖപ്പെടുത്തണം, എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ 3 വേസ്റ്റ് ബിന്നുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തിനാ 3 വേസ്റ്റ് ബിന്ന്? 1 അപകടകരമായ മാലിന്യം നിക്ഷേപിക്കാൻ, 2 ജൈവ മാലിന്യം നിക്ഷേപിക്കാൻ, 3 അജൈവ മാലിന്യം നിക്ഷേപിക്കാൻ. അത്രയും കേട്ടപ്പോൾ നമുക്കും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ വെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 85 രൂപയുടെ ബക്കറ്റ് മേടിച്ചിട്ട് ജൈവ മാലിന്യം അജൈവ മാലിന്യം എഴുതി കടയിൽ വെച്ചാലും ഈ പറഞ്ഞ കാര്യം നമുക്ക് മറികടക്കാം. പക്ഷെ അതിന്റെ 2ാമത്തെ വരിയിൽ എഴുതി ചേർത്തിട്ടുണ്ട് ആർക്കൊക്കെ വേണ്ടിയാണ് ആ വേസ്റ്റ് ബിന്ന് സ്ഥാപിച്ചതെന്ന്. അതിൽ 1ാമത്തെ ആള് എൻ്റെ ജീവനക്കാർ, 2ാമത്തത് എൻ്റെ ഉപഭോക്താക്കൾ, 3ാമതായി എഴുതി വെച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി എന്നാണ്. ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ കടയിൽ പൊതുജനങ്ങളുടെ മാലിന്യം ശേഖരിക്കാൻ തീരുമാനമെടുത്താൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഫെബ്രുവരി 13 സമരത്തിന് ശേഷം, ആ സമരത്തിന് ശേഷം സംസ്ഥാന ഗവൺമെന്റുമായി ചർച്ച ചെയ്യുമ്പോൾ ആദരണീയനായ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് എന്നെ പറയാണ്, ഇങ്ങനൊരു ഉത്തരവ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള ഫെബ്രുവരി 5 വരെ ജൂൺ 5 വരെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല. അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താം. അതിനുവേണ്ടി കോവിഡ് കാലത്തല്ലാതെ ഇന്ന് വരെ മാറ്റിയിട്ടില്ലാത്ത ട്രേഡേഴ്സ് ലൈസൻസിന്റെ കാലാവധി ജൂൺ 30 വരെ ചരിത്രത്തിൽ ആദ്യമായ ഒരു സംഘടനയുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി നീട്ടിവെച്ചു. അപ്പോഴും നമ്മൾ വിചാരിച്ചത് ജൂൺ 5-ന് ശേഷം ചർച്ച ചെയ്യും, ജൂൺ 30 വരെ സമയം, ആകെ 20 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളൂ. ഇതെങ്ങനെ നടപ്പിലായാൽ എന്ത് ചെയ്യും? അങ്ങനെ സംഘടന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇതിനെതിരായി ഹർജി ഫയൽ ചെയ്യുകയും നിരവധി വാദങ്ങൾക്ക് ശേഷം സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചിന്റെയും ഉത്തരവ് വന്നു. അവിടെ സംഘടന പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ഉത്തരവാദിത്തമാണ് മാലിന്യ സംസ്കരണം. അതിന്റെ ഒരു ഭാഗമാണ് മാലിന്യ ശേഖരണം. വ്യാപാരിക്ക് അവന്റെ മാലിന്യം സംസ്കരിക്കാമെന്നല്ലാതെ പൊതുജനത്തിന്റെ മാലിന്യം സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന നമ്മുടെ വാദം ശരിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവുണ്ടായി. കേരളത്തിൽ ഒരു വ്യാപാരിയും ഒരു പൊതുജനത്തിന്റെയും മാലിന്യം ശേഖരിച്ച് അവന്റെ കടയിൽ വെക്കേണ്ടതില്ല എന്ന ഉത്തരവ് മേടിച്ചിട്ടാണ് ഈ പൊതുയോഗത്തിൽ അഭിമാനാർഹമായി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ജില്ലാ സെക്രട്ടറിക്ക് പലരും തോന്നും ഈ വയസ്സാം കാലത്ത് ഇനി പ്രണയിക്കാൻ പറ്റില്ല. 2ാമതൊരു ചേട്ടൻ പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിലെ പെണ്ണ് കിട്ടിപ്പോയി, അല്ലെങ്കിൽ ഒരു കൈ നോക്കാറുണ്ടെന്നാണ്. അപ്പൊ ഞാൻ ഇവരോട് 2 പേരോട് പറഞ്ഞത്, ഞാനിത് പറഞ്ഞ് തീർക്കട്ടെ, നിങ്ങൾ ഈ ഭാര്യയെ പ്രണയിക്കാൻ പാടില്ല എന്ന് എവിടെയും എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ താമസിക്കുന്ന ഇന്ത്യയിൽ ഇന്നും ഒരു അത്ഭുതമായി നിലനിൽക്കുന്നത് ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഒരു പ്രണയകാവ്യം കാണാൻ നമ്മൾ ഒരുപാട് പേര് പോയിട്ടുണ്ട്. പോയില്ല? എന്താ അത്? താജ്മഹലല്ലേ? ഇനി ഭാര്യയെ പ്രണയിക്കാന്ന് വേണമല്ലോ, പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതുകൊണ്ടല്ല നമ്മൾ അങ്ങനെ പറയാൻ കാരണം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചിലരോടൊക്കെ പറയും, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും ആരോടെങ്കിലും പ്രണയമാണ് എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഇടവകയിൽ ഇത്രയും കൊള്ളാവുന്ന പെൺപിള്ളേരുണ്ടായിട്ട് ആ ചെന്നൈയുടെ മോളെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ അല്ലേ? ഞാൻ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നാളെ ചോദിക്കും. ആ പെണ്ണിനോട് ചോദിക്കും, ഇത്രയും കൊള്ളാവുന്ന ആൺപിള്ളേരുള്ള നാട്ടില് എന്തിനാണ് ആ തല വെച്ചവനെ നീ പോയി അല്ലേ? പക്ഷെ ഇവര് 2 പേരും പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക്
അവന് കിട്ടിയില്ല ചത്തുകളെയും അവളെ കിട്ടിയില്ല ചത്തുകളെയും എന്നൊക്കെ പറയും. അതിന്റെ നല്ലതും ചീത്തയിലേക്കൊന്നും ഇപ്പൊ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കച്ചവടക്കാരൻ അവന്റെ സ്ഥാപനത്തോടൊരു പ്രണയം ഉണ്ടാകണം എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, അവന്റെ കണ്ണിലൂടെ അവളെയും അവളുടെ കണ്ണിലൂടെ അവനെയും നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യമൊന്നും ലോകത്ത് മറ്റൊരാളെ നോക്കിയാൽ കാണുമെന്നാണ് അല്ലേ? ഫിനാൻസ് കമ്മിറ്റിയുടെ ജനറൽ അംഗമായ പ്രിയങ്കരനായിട്ട് വേദിയിലിരിക്കുന്ന വരാപ്പുഴയുടെ പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ജിമ്മി ചെക്കിയത്ത്, മറ്റ് വേദിയിലിരിക്കുന്ന ജോയി ചേട്ടനടക്കം യൂണിറ്റ് സെക്രട്ടറി ട്രഷറർ അടക്കമുള്ള യൂണിറ്റ് വനിതാ യൂത്ത് ഭാരവാഹികളുടെ സ്നേഹം നിറഞ്ഞ യൂണിറ്റ് അംഗങ്ങളെ, ഞങ്ങൾ ഉദ്ഘാടന സമയത്ത് നോക്കിയപ്പോൾ ഈ സിനിമാ നടന്മാരൊക്കെ വരുമ്പോൾ ഉള്ള ഫോട്ടോഗ്രാഫർമാർ എണ്ണം കണ്ട് ഇപ്പോൾ നമ്മളുടെ 8 ഫോട്ടോഗ്രാഫർമാർ ഒരേപോലെ 2 ക്യാമറയും വരും. നിങ്ങളാരും വേണ്ടിയില്ലെന്ന് തോന്നുന്നു. സാധാരണ ഞങ്ങൾ ഇത്രയും പൊതുയോഗങ്ങളിൽ പോയിട്ട് 7-8 ക്യാമറകൾ കൊണ്ട് കവർ ചെയ്യുന്ന ഒരേ ഒരു യൂണിറ്റ് ഇപ്പം മുനമ്മമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഒരു കാര്യം കൂടി പറയാണ്ട് വയ്യ, യൂണിറ്റ് അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ഇന്ന് എറണാകുളം ജില്ലയുടെ അവസാനത്തെ പൊതുയോഗമാണ്. ഇനി നാളെ ഇല്ല. ഇന്നലെ നമ്മൾ ഇന്നൊരു 250 താഴെ യൂണിറ്റുകളുടെ പൊതുയോഗം നടന്നപ്പോൾ അംഗസംഖ്യ അനുസരിച്ച് ഇരുന്ന കസേരകളിൽ മുഴുവൻ കസേരകളല്ലാണ്ട് ആളുകൾ ഇരുന്ന യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് 300 യൂണിറ്റായിരുന്നു. അത് യാതൊരു സംശയവും. കാരണം ഓരോ തവണ ഇങ്ങനെ കസേരയിൽ ഇരുന്നിരുന്ന് വന്നതല്ലാണ്ട് സാധാരണ എല്ലാവർക്കും ഫോണിൽ ഒരു സൈഡിൽ കൂടെ പോകണമെന്നാണ്. അത് നമ്മളൊക്കെ എപ്പോഴും എളുപ്പത്തിൽ പിടിക്കുന്ന സാധനമാണ്. ഹലോ ഹലോ എന്ന് പറഞ്ഞ് സൈഡിൽ കൂടെ പോകും. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടില്ല, ക്ഷമയുള്ളവരാണെന്ന് മനസ്സിലായി. ഞങ്ങൾ എന്തൊക്കെ പ്രസംഗിച്ചാലും കേൾക്കാൻ തയ്യാറുള്ള, വിധിക്കപ്പെട്ടതെന്ന് പറയില്ല, തയ്യാറുള്ള ആളുകളാണ് നിങ്ങളെന്ന് മനസ്സിലായി. അതുപോലെ തുടക്കം ഫ്രാൻസിസ് ചേട്ടൻ്റെ സ്വാഗത പ്രസംഗത്തിൽ എനിക്കവിടെ ഇരുന്നപ്പോൾ തോന്നിയ ഗോപാലനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിപ്പറേഷൻ അല്ലാണ്ട് കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവത്തിൻ്റെ ഹൃദയത്തിൽ തട്ടിയുള്ള വാക്കുകളാണ് ഉറക്കട്ടെ. യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ എന്ന് അരമണിക്കൂറോടെടുത്ത് ഫ്രണ്ട്സുണ്ടെങ്കിലും ഇവിടെ ഉണ്ടായ അനുഭവങ്ങളുടെ ഒരു ആവർത്തനമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ശരിക്കും കമ്മിറ്റി അംഗങ്ങളുടെ സജീവ പ്രവർത്തനമുള്ള ഒരു യൂണിറ്റ് തന്നെയാണ്. പ്രസിഡന്റ് ശ്രീ കെ ഗോപാലൻ ഈ വാർഷിക പൊതുയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കിയ എറണാകുളം ജില്ലയിലെ കരുത്തനായ ജനറൽ സെക്രട്ടറി, ഞങ്ങൾക്കേറെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് എജറിയാസ്, മുഖ്യ പ്രഭാഷണം നടത്തിയ എറണാകുളം ജില്ലയുടെ യുവ ട്രഷറർ ശ്രീ CS അജ്മൽ, ഇന്നത്തെ ഈ മുൻപ് മർച്ചൻസ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് വരണാധികാരിയും എറണാകുളം ജില്ലയുടെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ ഡിലൈറ്റ് പോൾ, സംഘടനയുടെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ VK ജോയി, ഈ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ CJ ഫ്രാൻസിസ്, ട്രഷറർ ശ്രീ ഹരി, വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ് മേരി ജോയി, യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ലിയോ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയ മുൻപം മർച്ചൻസ് അസോസിയേഷന്റെ സ്റ്റാഫ് അംഗങ്ങളെ, പ്രിയമുള്ളവരെ, വ്യാപാരി സുഹൃത്തുക്കളെ, ഏറെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഈ സംഘടന നിങ്ങളെ പരിശീലിപ്പിച്ചെടുത്ത ഒരു പൊതുമര്യാദയുടെ ഭാഗമായി ഒരു യോഗത്തിൽ കൃത്യമായി പങ്കെടുക്കുകയും ആദ്യ അവസാനം വരെ പങ്കെടുക്കുകയും വളരെ അച്ചടക്കത്തോടുകൂടി പങ്കെടുക്കുകയും എന്നുള്ള ഒരു പൊതുമര്യാദ ഇവിടെ നിങ്ങൾ മാതൃകയായി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിന് നിങ്ങളെ എവരെയും അഭിനന്ദിക്കുകയാണ്. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ